എടാ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ LPP, ലീനിയർ പ്രോഗ്രാമിംഗ്. ഏകദേശം 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരൊറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന്. ഒരൊറ്റ ചോദ്യം, ഏത് ചോദ്യം വന്നാലും ഒരേ രീതിയിൽ തന്നെ ചെയ്തു പോകണം. എത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെങ്കിലും എത്ര എളുപ്പമുള്ള ചോദ്യമാണെങ്കിലും ഒരേ രീതിയിൽ തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ചെയ്യുന്ന രീതി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാം. നമുക്ക് വളരെ വലിയൊരു മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാം. ഒരു രീതിയിലുള്ള ചോദ്യം മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ. അതെ, നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റിലേക്ക് കിടക്കാം. കൂടുതൽ സംസാരമൊന്നുമില്ല. അതെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതെ, ഇനിയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. അതെ, ചോദ്യം: മാക്സിമൈസ് z ഈക്വൽ ടു 3x + 4y എന്നും പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എന്നും പറഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നും പറഞ്ഞ് 2 അല്ലെങ്കിൽ 3 ഇനിക്വാലിറ്റീസ്. ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഉപയോഗിച്ച് എഴുതുന്ന എക്സും വൈയും ചേർത്ത സാധനങ്ങൾ. കേട്ടല്ലോ, അത് 2 തന്നിട്ടുണ്ട്, ചിലപ്പോൾ 3 തരാം. കേട്ടല്ലോ, ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവർ രണ്ടുപേരെ നോക്കിയേ. ഇതെന്താ പറഞ്ഞേക്കുന്ന? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ് എന്നാണ് അർത്ഥം. കേട്ടല്ലോ, ഈ 3 സാധനങ്ങളും ചോദ്യങ്ങൾ ഏത് ചോദ്യത്തിലും ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യം നോക്കിയേ. ഇനി ഓരോ സാധനങ്ങൾ ഞാൻ എന്താന്ന് പറയാം. ഒരു ക്വസ്റ്റ്യനിൽ ഓരോ സാധനങ്ങൾ ഞാൻ എന്താന്ന് പറയാം. ഒന്നാമത് നമുക്ക് വേണ്ടത് മാക്സിമൈസ് എന്നാണ് ചോദ്യം. മാക്സിമൈസ് z ഈക്വൽ ടു 3x + 4y. ഇത് നമുക്ക് വേണം. ഇതിപ്പോൾ വേണ്ട, ചോദ്യത്തിൻ്റെ അവസാനം മതി. പിന്നെ പറഞ്ഞിട്ടുള്ള ഈ 2 സാധനങ്ങൾ ഏതാടാ? x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇത് രണ്ടും നമുക്കിപ്പോൾ വേണ്ടതാണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവസാനം പറഞ്ഞിട്ടുള്ള ഈ 2 സാധനങ്ങൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈ 2 സാധനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഈ ചോദ്യത്തിൽ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ആ ഗ്രാഫ് വരയ്ക്കുമ്പോഴുള്ള പ്രത്യേകത നമുക്കറിയാം. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അതായത് എക്സിൻ്റെയും പോസിറ്റീവ് സ്ഥലം വേണം, വൈയുടെയും പോസിറ്റീവ് സ്ഥലം വേണം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നാണ് പറയുന്നത്. ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ്. എക്സും വൈയും പോസിറ്റീവ് വരുന്നത് ഈ ഭാഗത്താണ്. അതായത് നമുക്ക് വേണ്ട ഗ്രാഫ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് മാത്രം മതി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങളും എടുത്തങ്ങോട്ട് എഴുതണം. ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങളും എടുത്തങ്ങോട്ട് എഴുതണം. ഒന്നെങ്കിൽ ഈ മാക്സിമൈസ് എന്നായിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ് എന്നായിരിക്കും. കൂടെ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഉപയോഗിച്ചിട്ടുള്ള 2 or 3 ഇനിക്വാലിറ്റീസ്. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന സാധനം. ഈ 3 സാധനങ്ങളിൽ നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടത് ഇവർ 2 പേരും മാത്രം മതി. ഇവർ 2 പേരെയും വെച്ച് നമുക്ക് കണക്ക് ചെയ്ത് തുടങ്ങാം. കേട്ടല്ലോ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആര് 2 പേരെയും വെച്ചാണ്? ഇവർ 2 പേരെയും വെച്ച്. ഇതിൻ്റെ അകത്തെ ആ 2 പേരെയും ഞാനെടുത്ത് ഇങ്ങോട്ട് എഴുതുവാണ്. എക്സ് പ്ലസ് 2y എന്താടാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അടുത്ത് നോക്കിയേ, 3x + y എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ആ 2 പേരെയും ഞാനെടുത്ത് എഴുതി. ഇനി ഇവർ 2 പേരെയും വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്തെ ആദ്യത്തെ ആളെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. എന്താണ്? എക്സ് + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എന്നിട്ട് ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനൊക്കെ മാറ്റി നമ്മളത് ഈക്വൽ ടു എന്ന് എഴുതും. എക്സ് + 2y ഈക്വൽ ടു 10 എന്ന് എഴുതും. ഇപ്പം അതൊരു ഇക്വേഷനായി കഴിഞ്ഞാൽ നമ്മളൊരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് എക്സിൻ്റെ വാല്യൂയും വൈയുടെ വാല്യൂയും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ഇക്വേഷൻ പാസ് ചെയ്യുന്ന ഏതെങ്കിലും 2 പോയിന്റുകൾ വേണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടാം. കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇതാണ്. എക്സ് + 2y ഈക്വൽ ടു
10. നോക്കിയേ, എക്സിന് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 + 2y = 10. 0 + 2y എത്രയാണ്? 2y = 10. y = എത്ര വരും? അപ്പോൾ ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. 2 ഇവിടെ ഗുണിച്ചിരിക്കുകയാണ് അല്ല, ഇപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കുക. അപ്പോൾ ആൻസർ എത്ര വന്നു? 5. അപ്പോൾ വൈയുടെ ആൻസർ എത്ര വന്നടാ? 5 എന്ന് കിട്ടി. അതായത് y 5 കിട്ടി, x 0 ഇട്ടപ്പോൾ. കിട്ടിയല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിച്ചോളണം. ഇനി വൈക്ക് 0 ഇടുക. ആദ്യം എക്സിന് 0 ഇട്ടു, പിന്നെ വൈക്ക് 0 ഇടുക. വൈക്ക് 0 ഇട്ട് ഇക്വേഷൻ ഇത് തന്നെ, x + 2y = 10. വൈക്ക് 0 ഇടുക. അപ്പോൾ x + 2 × y0 = 10. അപ്പോൾ x + 2 × 0 എത്രയാണ്? 0 = 10. x + 0 x ആണ് = 10 എന്ന് കിട്ടി. 10 കേട്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇനിക്വാലിറ്റി എടുത്ത് എഴുതി, അത് മാറ്റി ഈക്വൽ ടു കൊടുത്തു. എന്നിട്ട് എക്സിന്റെ വൈയുടെയും വാല്യൂ കൊടുത്തു. എക്സിന് 0 ഇട്ടാൽ വൈ എത്രയാണെന്ന് നോക്കുക, വൈക്ക് 0 ഇട്ടാൽ എക്സ് എത്രയാണെന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ചെയ്തപ്പോൾ എക്സ് 0-ഉം വൈ 5-ഉം, അത് നമ്മൾ ഇങ്ങനെ എഴുതും. ആദ്യം എഴുതുന്ന നമ്പർ എക്സ്, രണ്ടാമത് എഴുതുന്ന നമ്പർ 5, 0, 5. ഇതും അങ്ങനെ തന്നെ എഴുതണം. ആദ്യം എഴുതുന്ന നമ്പർ 10, രണ്ടാമത് എഴുതുന്ന നമ്പർ 0, 10, 0. നോക്ക് 2 പോയിന്റുകൾ കിട്ടി. അപ്പോൾ ഒരു ഇനിക്വാലിറ്റി എടുത്ത് 2 പോയിന്റുകൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതും എടുത്ത് 2 പോയിന്റുകൾ ഇതുപോലെ കണ്ടുപിടിക്കണം. അടുത്ത ഏതാണ്? 3x + y. ഇത് ആദ്യത്തേതായിരുന്നു. ആദ്യത്തെ എടുത്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ എടുത്ത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പേരെന്താണ്? 3x + y എന്താണ്? <= 50. എഴുതാം. 3x + y <= 50. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഈ 3x + y <= 50. 3x + y <= 50 ആണ് നമുക്കുള്ളത്. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ <= മാറ്റി അതിനെ ഈക്വൽ ടു ഇട്ട് എഴുതണം. നിർബന്ധമായിട്ടും ഈക്വൽ ടു ഇട്ട് എഴുതണം. ഈക്വൽ ടു ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? ബോക്സ് വരയ്ക്കുക. ആദ്യത്തെ സ്ഥലത്ത് എക്സും രണ്ടാമത്തെ സ്ഥലത്ത് വൈയും. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ചോദ്യം ഇതാണ്, 3x + y = 50. എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് മൊത്തം 0 ആയി പോകും. നോക്കിയേ, 3 × 0 + y = 50. 3 × 0 എത്രയാണ്? 0 + y = 50. 0 + y എത്രയാണ്? y = ആൻസർ എത്ര കിട്ടി? 15. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? തിരിച്ച് വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ വൈക്ക് 0 കൊടുക്കാം. ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ ഇത് തന്നെ, 3x + y = 50. വൈക്കാണ് 0 കൊടുക്കുന്നത്. അപ്പോൾ 3x + yക്ക് 0 = 50. അപ്പോൾ 3x + 0 എന്ന് പറഞ്ഞാൽ 3x = എത്ര കിട്ടി നമുക്ക്? 15. x = ഈ 3 അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ x = 15/3 എത്ര കിട്ടി? 5. ഇവിടെയും നമ്മൾ പോയിന്റ് എഴുതാൻ പോവുകയാണ്. ഇങ്ങനെ എഴുതണം. നോക്ക്, എക്സിന് 0 വൈക്ക് 50. എക്സിന് 0 വൈക്ക് 50. ഇനി എന്താണ് അടുത്തത്? ശ്രദ്ധിക്ക്, എക്സിന് 5 വൈക്ക് 0. എക്സിന് 5 വൈക്ക് 0. ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? 2 പോയിന്റുകൾ കിട്ടി. അപ്പോൾ നോക്കിയേ, ആദ്യത്തത് വെച്ച് 2 പോയിന്റുകൾ കണ്ടുപിടിച്ചു, രണ്ടാമത്തത് വെച്ചും 2 പോയിന്റുകൾ കണ്ടുപിടിച്ചു. ഇനി ഈ 2 പോയിന്റുകൾ വെച്ച് ഓരോ ലൈനുകൾ വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ. ശ്രദ്ധിച്ചോളണം, ലൈനുകൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ആദ്യം x ആക്സിസ് വരയ്ക്കുക. അത് കഴിഞ്ഞ് y ആക്സിസ് വരയ്ക്കുക. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ഒന്നിവിടെ ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ട പോയിന്റുകൾ 0, 15, 5, 0, പിന്നെ ഏതാണ്? 0, 5, 10, 0. അപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ 15 വരെ എഴുതണം. അപ്പോൾ നമ്മൾ എഴുതാനുള്ള എളുപ്പത്തിന് നമ്മൾ ഏതൊക്കെ മാർക്ക് ചെയ്യുമെന്ന് അറിയാം. അതേ നോക്കിയേ, 5, 10, 15, 20. ഇപ്പുറത്തേക്ക് എക്സിൻ്റെ നെഗറ്റീവ് -5, -10, -15, -20. മേളിലേക്ക് പോസിറ്റീവ് 5, 10, 15, 20. ഇത് -5, -10, -15, -20. ഓക്കെ അല്ലേ? ഇത്രയും മാർക്ക് ചെയ്യുക. ഇത് നമുക്കറിയാം എന്താണ്? x ആക്സിസ് ആണ്.
ഇതെന്താണ്? വൈ ആക്സിസ് ആണ്. നമ്മൾ ഓരോ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം, ഓരോ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ പോയിന്റുകൾ എടുക്കുക അല്ലേ? ആദ്യത്തെ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 0, 5, 10, 0 ആണ് കിട്ടിയത്. അത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ പോയിന്റുകളാണ്? 0, 5, 10, 0. ഓക്കെ അല്ലേ? അത് പ്ലോട്ട് ചെയ്യുക. 0, 5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എക്സിനെ സൂചിപ്പിക്കുന്നതും രണ്ടാമത്തെ നമ്പർ വൈനെ സൂചിപ്പിക്കുന്നതും. എടാ എക്സ് 0 ആണെന്ന് പറഞ്ഞാൽ അത് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. വൈ എത്രയായിരിക്കും? 5. വൈ 5 ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാണ് 0, 5. അടുത്ത പോയിന്റ് ഏതാണ്? 10, 0 എന്ന് പറഞ്ഞാൽ ഈ വൈ 0 എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസിന്റെ പോയിന്റ് ആയിരിക്കും. എക്സ് ആക്സിസിൽ 10. ഇതല്ലേ സംശയമുള്ളവർ എൻ്റെ കൂടെ വരച്ചങ്ങോട്ട് പോയിക്കൊള്ളാം. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ് കേട്ടല്ലോ. എന്നിട്ട് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്തൊരു വര വരയ്ക്കുക. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ലൈനിന്റെ പേര് എഴുതിക്കൊള്ളണം. ഈ ലൈനിന്റെ പേരെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോയിന്റ് പ്ലോട്ട് ചെയ്താ വരച്ചത്? ഇത്. ഈ ഇനിക്വാലിറ്റിയുടെ ഈക്വൽ ടു ഇട്ട് എഴുതിയതാണ് ലൈനിന്റെ പേര്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. അപ്പൊ എഴുതാം ഇതിന്റെ പേര് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. ഓക്കെ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ ലൈൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ലൈൻ എടുത്തോ. ഏതാണ്? 0, 15, 5, 0. രണ്ടാമത്തെ ലൈൻ ഏതാണ്? 0, 15, 5, 0. 2 ലൈനുകൾ. ആദ്യത്തെ എക്സ്, രണ്ടാമത്തെ വൈ. എക്സ് 0ഉം വൈ 15ഉം. എക്സ് 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. എത്രയിലാണ്? 15. ഇതാണ് 0, 15. അടുത്ത 5, 0 എന്ന് പറയുമ്പോൾ എക്സിൽ 5ഉം വൈയിൽ 0. ഇത് ജോയിൻ ചെയ്തൊരു വര വരയ്ക്കുക. വരച്ചു. അതിന്റെ പേര് എഴുതണം. അതിന്റെ ഇനിക്വാലിറ്റിയുടെ പേര് 3x + y ≤ 50 ആണ്. ഈക്വൽ ടു ഇട്ട് എഴുതുന്നതാണ് ലൈനിന്റെ പേര്. 3x + y = 15. അപ്പൊ അതിന്റെ പേര് കൂടി എഴുതാം. 3x + y = 15. ഓക്കെ അല്ലേ? എഴുതി. ഈ 2 ലൈനുകളും വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇവരെ 2 പേരെയും എടുത്തു. അതിൻ്റെ അകത്ത് ഒരാളെ ഈക്വൽ ടു ഇട്ട് എഴുതി. എക്സിന് 0 കൊടുത്തു, വൈയുടെ 0 കൊടുത്തു, പോയിന്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ആളെ എടുത്തു, എക്സിന് 0 കൊടുത്തു, വൈയുടെ 0 കൊടുത്തു, പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ 2 പോയിന്റുകളും വെച്ച് 2 ലൈനുകൾ കണ്ടുപിടിച്ചു. ഇത്രയും ചെയ്തു. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുവാണ്. ഈ പച്ച ലൈൻ എടുക്കുവാണെന്ന് വിചാരിച്ചു. പച്ച ലൈൻ എടുത്തു. ഈ പച്ച ലൈൻ ഈ ഫിഗറിനെ 2ആയിട്ട് ഭാഗിക്കുന്നില്ലേ? ഇതിന്റെ താഴത്തൊരു ഭാഗവും പച്ചയുടെ മേളിൽ വേറൊരു ഭാഗവും അല്ലേ? പച്ചയുടെ താഴെ ഒരു ഭാഗം, പച്ചയുടെ മേളിലൊരു ഭാഗം. അങ്ങനെയല്ലേ ഇത് കിടക്കുന്നത്? നോക്കിയേ, പച്ചയുടെ താഴെ ഒരു ഭാഗമുണ്ട്, പച്ചയുടെ മേളിലൊരു ഭാഗമുണ്ട്. ഈ 2 ഭാഗങ്ങളിൽ ഏതോ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ മെത്തേഡാണ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. അതായത് ഇതല്ലേ പച്ചവര? ഈ പച്ചവരയുടെ താഴത്ത് കിടക്കുന്ന പോയിന്റാണ് ഇത്. ഈ പോയിന്റ് ഏതാണ്? ഈ എക്സും വൈയും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ്. ആ പോയിന്റ് ഏത് പോയിന്റാണ്? 0, 0 ആണ്. ഈ 0, 0 പച്ചയുടെ താഴത്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ പച്ചവര എക്സ് + 2y = 10 ആണ്. എന്താണ്? എക്സ് + 2y = 10 ആണ്. ഇതിന്റെ ഇനിക്വാലിറ്റി എന്താന്ന് നോക്കിയെടുക്കുക. എക്സ് + 2y ≤ 10 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി എങ്ങനെ എഴുതും? എക്സ് + 2y ≤ 10 ആണ്. ഇനി പച്ചയുടെ താഴത്താണ് 0, 0 കിടക്കുന്നത്. ഈ 0, 0 കൊണ്ടുവന്ന് എക്സിനും വൈക്കും പകരം ഇട്ട് കൊടുത്താൽ ഇത് എക്സ്, ഇത് വൈ. 0, 0 കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് പകരം 0 + 2 × വൈക്ക് പകരം 0 ≤ 10. 0 + 2 × 0 എത്രയാണ്? 0 ≤ 10. 0 + 0 എത്രയാണ്? 0 ≤ 10. ഈ ഈക്വൽ ടു എന്ന് പറയുന്ന കാര്യം നിങ്ങൾ വിട്ടേക്ക്. ഈക്വലിറ്റി നോക്കണ്ട. ബാക്കി എഴുതി വെച്ചേക്കുന്നത് ശരിയാണോ? 0 < 10. ഇത് ശരിയായിട്ടാണ് എഴുതിയേക്കുന്നത്. 0 10നേക്കാളും ചെറുതല്ലേ? വലിയ നമ്പർ. തുറന്നിരിക്കുന്ന ഭാഗം വലിയ ഭാഗത്തേക്കും കുത്തുന്ന ഭാഗം ചെറിയ നമ്പറിലേക്കും അല്ലേ ഇരിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ 0, 0 ഉള്ള ഭാഗം നമുക്ക് വേണ്ട ഭാഗമാണ്. അതായത് നമുക്ക് വേണ്ടത് ഈ പച്ചവരയുടെ താഴത്തുള്ള ഭാഗമാണ്. മേളിലത്തെ ഭാഗം വേണോ? വേണ്ട. ഇതുപോലെ തന്നെ നമ്മൾ ഈ മഞ്ഞവരയുടെ ഭാഗവും കണ്ടുപിടിക്കും. ഈ മഞ്ഞവരയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഭാഗമുണ്ട്, റൈറ്റ് സൈഡിലും ഒരു ഭാഗമുണ്ട്. ലെഫ്റ്റ് സൈഡിലല്ലേ 0, 0 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 0, 0 എടുക്കും. ഇത് എക്സ്, ഇത് വൈ. നമ്മുടെ വരയുടെ പേരെന്താണ്? 3x + y = 15. 3x + y = 15 കൊടുത്തു. നമുക്ക് വേണ്ടത് അതിന്റെ ഇനിക്വാലിറ്റിയാണ്, ലെസ് ദാൻ വെച്ചുള്ള സാധനം. അപ്പോൾ 3x + y < 15 എന്നാണ്. അപ്പോൾ നോക്ക്, 3x + y < 15. എക്സിന് പകരവും 0ഉം വൈക്ക് പകരവും 0 ഇട്ട് കൊടുക്കുക.
3 ഇൻറ്റു 0 പ്ലസ് വൈയും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. 3 ഇൻറ്റു 0 0 ആണ്. 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. 0 പ്ലസ് 0 0 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഈക്വൽ ടു മാറ്റിക്കഴിഞ്ഞാൽ 0 ലെസ് ദാൻ 15 എന്ന് വരും. ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? ലെസ് ദാൻ 0, 0 ആണ് ചെറിയ നമ്പർ, 15 ആണ് വലിയ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? വലിയവൻ ചെറിയവനെ കുത്തി, ശരിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് മഞ്ഞയുടെയും 0 0 കിടക്കുന്ന ഭാഗമാണ്. അതായത് മഞ്ഞയുടെയും താഴെ വേണം. കേട്ടല്ലോ? അപ്പൊ നമുക്ക് ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? 1, പച്ചയുടെ ലെഫ്റ്റ് സൈഡ് ആണ് അല്ലേ, പച്ചയുടെ താഴെയുള്ള ഭാഗം വേണം. 2, മഞ്ഞയുടെ താഴെയുള്ള ഭാഗം വേണം. മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗറിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നതിലേ ഇതിന്റെ ഇത്രയും ഭാഗം മാത്രം മതിയെന്ന്. അപ്പൊ നോക്കൂ, ഞാനിവിടെ ഓരോ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ ഭാഗം നമുക്ക് വേണ്ടതാണോ എന്ന് നോക്കിയിട്ടൊന്ന് പറയണം. ഞാൻ ആദ്യം ഈ ഭാഗം കൊടുക്കുകയാണ്. ഈ ഭാഗം നോക്കിയേ, ഈ ഭാഗമാണോ നമുക്ക് വേണ്ടത്? ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് മഞ്ഞയുടെ അപ്പുറത്താണ്, പച്ചയുടെ അപ്പുറത്താണ്. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലല്ലേ വേണ്ടത്. അപ്പൊ ഈ ഭാഗം നമുക്ക് വേണ്ടതല്ല. ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത ഭാഗം ഒന്ന് നോക്കിയടാ, അടുത്ത ഭാഗം ഒന്ന് നോക്കിയേ. ഈ ഭാഗം നമുക്ക് വേണ്ടതായിരിക്കുമോ? നമുക്ക് വേണ്ടത് പച്ചയുടെ ലെഫ്റ്റ് ആയിരിക്കണം, മഞ്ഞയുടെയും ലെഫ്റ്റ് ആയിരിക്കണം. ഇത് പച്ചയുടെ ലെഫ്റ്റ് ആണ് അല്ലെ, പച്ചയുടെ താഴെയാണ് കിടക്കുന്നത്. മഞ്ഞയുടെ ലെഫ്റ്റ് ആണോ? അല്ല. അപ്പൊ ഈ ഭാഗമല്ല നമുക്ക് വേണ്ടത്. ഈ ഭാഗം നമുക്ക് വേണ്ടതാണോ? നോക്കിയേ, നമുക്ക് വേണ്ടത് ഇതാണോ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ് കിടക്കുന്നത്. പച്ചയുടെ താഴെയാണോ? അല്ല, പച്ചയുടെ താഴെയാണ് വേണ്ടത്, മഞ്ഞയുടെ താഴെയാണ്. രണ്ടും വന്നാലേ നടക്കുള്ളൂ. അപ്പൊ ഇതുമല്ല വേണ്ടത്. ഈ സ്ഥലം ഒന്ന് നോക്കിയേ, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നോക്കിയേ. ഇത് പച്ചയുടെ താഴെയാണ്. പച്ചയുടെ താഴെയല്ലേ? പച്ചയുടെ താഴെ. മഞ്ഞയുടെയും ലെഫ്റ്റ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലുമാണ്. അപ്പൊ ഈ സ്ഥലമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടിയ സ്ഥലം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തല്ലോ. നമുക്ക് കിട്ടിയ സ്ഥലം നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കിട്ടിയ സ്ഥലം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കിട്ടിയ സ്ഥലം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടിയേക്കുന്ന ഏത് സ്ഥലമാണ്? ഇവിടെ നോക്കിയേ, ഈ സ്ഥലമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വലുതാക്കാം. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന സ്ഥലം. ഈ കിട്ടിയേക്കുന്ന സ്ഥലം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന സ്ഥലം അല്ലേടാ. ഈ സ്ഥലമല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ 4 മൂലകളും നമ്മൾ മാർക്ക് ചെയ്യണം. എന്താണ്? 4 മൂലകളും നമ്മൾ മാർക്ക് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 4 മൂലകളും നമ്മൾ മാർക്ക് ചെയ്യണം. അതിനൊരു പേര് കൊടുക്കാം അല്ലേ? 4 മൂലകൾക്കും പേര് കൊടുക്കാം. കളർ മാറ്റാം, ശ്രദ്ധിച്ചോളണം. ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ബി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര് കൊടുത്തു, ഇതിന് ഡി എന്ന് പേര് കൊടുത്തു. എയുടെ കോർഡിനേറ്റ്സ്, എയുടെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞേ ഇത് എവിടെയാണ്? ഇത് എക്സ് ആക്സിസിൽ, ശ്രദ്ധിച്ചേ, ഇത് വൈ ആക്സിസിൽ 5ന്റെ നേരെ കിടക്കുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? 0 5 0 5 അല്ലെ. ഇതെന്താണ്? ഈ പോയിന്റ് എന്താണ്? ഇതെന്താണ്? ഒറിജിൻ ആണ്. ഒറിജിൻ അല്ലെ, എക്സും വൈയും കൂട്ടിമുട്ടുന്ന പോയിന്റ്. അതായത് എക്സ് 0 ആണ്, വൈയും 0 ആണ് അല്ലെ. എക്സും 0 ആണ്, വൈയും 0 ആണ്. ഈ പോയിന്റ് നോക്കിയടാ, ഈ പോയിന്റ് നോക്കിയേ. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞേ ഇതെന്താണ്? എക്സ് ആക്സിസിൽ 5 ആണ്. അപ്പൊ എക്സ് 5 ആണ്, വൈ എന്താണ്? 0 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 3 പോയിന്റുകൾ കിട്ടി. എ കിട്ടി. എ എന്താണ്? 0 5. ബി എന്താണ്? 0 0. ഓക്കെ അല്ലേ? അടുത്തത് സി എന്താണ്? 5 0. 3 പോയിന്റുകൾ കിട്ടി. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കിയേ. അതായത് ഇപ്പൊ നമുക്ക് 3 പോയിന്റുകൾ കിട്ടി. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഈ ഡി മാത്രം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അത് ഒരു ആക്സിസിലും അല്ല കിടക്കുന്നത്.
അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഏത് ലൈനുകളൊക്കെ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായതാണെന്ന് നോക്കുക. അതെ, ഈ പച്ച വരയും ഈ മഞ്ഞ വരയും കൂടി കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ പോയിന്റ് അല്ലേ ഡി അല്ലേ? നോക്ക്, ഈ പച്ച വരയും മഞ്ഞ വരയും കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ പോയിന്റ് ആണ് ഡി. അപ്പോൾ പച്ച വരയുടെ പേര് ആദ്യം എഴുതുക. എന്താണ് പച്ച വരയുടെ പേര്? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 അല്ലെ? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. രണ്ടാമത് ഏത് വരെയായിരുന്നു? 3x പ്ലസ് വൈ ഈക്വൽ ടു 3x പ്ലസ് വൈ ഈക്വൽ ടു 15. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തെടുത്താലാണ് നാലാമത്തെ പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ചോദ്യങ്ങളിലും ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഒരു 5 പോയിന്റ് ഉണ്ടെങ്കിൽ 4 എണ്ണം ഇവിടെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും, ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റൂല. അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടിയിരിക്കുന്ന വരകൾ എടുക്കുക. വരകളെടുത്ത് അത് രണ്ടും കൂടി സോൾവ് ചെയ്യണം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പരോ വൈകളുടെ കൂടെ നിൽക്കുന്ന നമ്പരോ തുല്യമായിരിക്കണം. ഇവിടെ എക്സിൻ്റെ കൂടെ 1 ആണ്, എക്സിൻ്റെ കൂടെ 3 ആണ്, തുല്യമല്ല. ഇവിടെ വൈയുടെ കൂടെ 2 ആണ്, ഇവിടെ വൈയുടെ കൂടെ 1 ആണ്, തുല്യമല്ല. ഒന്നെങ്കിൽ എക്സുകൾ തുല്യമായിരിക്കണം, അല്ലെങ്കിൽ വൈകൾ തുല്യമായിരിക്കണം. അപ്പോൾ തുല്യമാക്കാൻ എന്ത് ചെയ്യും? ഈ ആദ്യത്തെ ഇക്വേഷനെ മുഴുവൻ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആദ്യത്തെ നമ്പറിനെ മാത്രം ഗുണിച്ചിട്ട് കാര്യമില്ല, ഗുണിക്കണമെങ്കിൽ എല്ലാവരെയും ഗുണിക്കണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ മുഴുവൻ ഞാൻ 3 കൊണ്ട് ഗുണിക്കുവാണ്. നോക്കിയേ, 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 2y 3 ഇൻറ്റു 2 എത്രയാണ്? 6y ഈക്വൽ ടു 10 ഇൻറ്റു 3 എത്രയാണ്? 30. അടുത്ത ഇവിടെ എന്ത് തോന്നുന്നു? 3x പ്ലസ് വൈ ഈക്വൽ ടു 15 എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത നോക്കിയേ, ഇവിടെ നോക്കിയേ, എക്സുകൾ തുല്യമായി. ഏതെങ്കിലും ഒരെണ്ണം ഈക്വലായിട്ട് വന്നാൽ ഒന്നെങ്കിൽ ഇത് കൂട്ടുക അല്ലെങ്കിൽ ഇത് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഏതെങ്കിലും ഒരെണ്ണം പോകും, 0 ആയി പോകും. അങ്ങനെ ഉള്ളത് ചെയ്യുക. ഇപ്പം നമ്മൾ കൂട്ടിയാലുള്ള പ്രത്യേകത നോക്കിയേ, 30ഉം 15ഉം കൂടി പോയപ്പോൾ 45 ആയി. 6y 1y കൂടി കൂട്ടുമ്പോൾ 7y ആയി. 3x കൂടി കൂട്ടുമ്പോൾ 6x ആയി. ഏതെങ്കിലും ഒരെണ്ണം പോകണുണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ചോളണം. കുറക്കുമ്പോഴുള്ള പ്രത്യേകത നോക്കിയോ, ശ്രദ്ധിച്ചേ, 30ൽ നിന്ന് 15 കുറച്ചു, ബാക്കി എത്ര വന്നു? 15. ഇവിടെ മൊത്തം 6y ഉണ്ട്, 1y കുറച്ചു, ബാക്കി എത്ര y ഉണ്ട്? 5y പ്ലസ് 3xൽ നിന്ന് 3x കുറച്ചു, 3x ഉണ്ട്, 3xും കുറച്ചു, ആൻസർ എന്ത് കിട്ടി? 0. ഇങ്ങനെ ഒരെണ്ണം പോകണം. ഒന്നെങ്കിൽ കൂട്ടുമ്പോൾ പോവും, അല്ലെങ്കിൽ കുറക്കുമ്പോൾ പോവും. അത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. കേട്ടല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 0 പ്ലസ് 5y എന്ന് പറഞ്ഞാൽ 5y ഈക്വൽ ടു 15. y കണ്ടുപിടിക്കാൻ ഈ 5 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. y ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കുക. 15/5 y ഈക്വൽ ടു എത്ര കിട്ടി? 3 എന്ന് കിട്ടി. എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഞാൻ ഇതെടുത്തു, ഇഷ്ടമുള്ളത് എടുക്കാവേ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. എന്നിട്ട് y ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അത് കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് 2 ഇൻറ്റു y എത്രയാണ്? 3 ഈക്വൽ ടു 10. അപ്പോൾ എക്സ് പ്ലസ് 6 ഈക്വൽ ടു 10. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര വരും? ഈ 6 അപ്പുറത്തേക്ക് പോട്ടെ, 6 അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 4. ഇപ്പം നമുക്ക് എന്ത് കിട്ടിയടാ? എക്സ് 4 എന്നും കിട്ടി, y എത്ര കിട്ടി? 3 എന്നും കിട്ടി. അതായത് എക്സ് 4 ആണ്, y 3 ആണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതേ മൂന്നാമത്തെ പോയിന്റ് കിട്ടി നമുക്ക്. ഡി എന്താണ്? എക്സ് 4 ആണ്, y 3 ആണ്. ഡി എന്താണ്? എക്സ് 4 ആണ്, y 3 ആണ്. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ നമുക്ക് എ കിട്ടി, ബി കിട്ടി, സി കിട്ടി, ഡി കിട്ടി, 4ഉം കിട്ടി. കേട്ടല്ലോ? 4ഉം കിട്ടിയാൽ പരിപാടി ഏകദേശം കഴിഞ്ഞു. 4ഉം കിട്ടിക്കഴിഞ്ഞാൽ 4 മൂലകളുടെയും കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്നും പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ടാവും. അതേ നോക്കിയേ, മാക്സിമൈസ് z ഈക്വൽ ടു 3x പ്ലസ് 4y. അതാണ് ഇനി വേണ്ടത്. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി. അത് മാത്രം എടുത്ത് എഴുതിക്കുമെന്ന്. എന്താണ്? മാക്സിമൈസ് z ഈക്വൽ ടു എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? 3x പ്ലസ് 4y. 3x പ്ലസ് 4y. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് കിട്ടിയ ആ 4 പോയിന്റുകളും ഏതൊക്കെ പോയിന്റുകളാണ്? പോയിന്റുകൾ ഏതൊക്കെയാണ്? പോയിന്റ് എ ഉണ്ട്. എയുടെ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? 0.5. ബിയുടെ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? 0 0. സിയുടെ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? 5 0 അല്ലേ? 5 0. ഡി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 4 3.
ഡി എത്രയാണ് 4 3. ഈ ഓരോ പോയിന്റുകൾക്കും ഇസഡിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ വളരെ സിമ്പിളാണ്. ആദ്യം 0.5 കണ്ടുപിടിക്കാൻ പോവുകയാണ്. 0.5. എടാ ആദ്യത്തെ നമ്പർ എക്സിനെ സൂചിപ്പിക്കും, രണ്ടാമത്തെ നമ്പർ വൈനെ സൂചിപ്പിക്കും. കണ്ടുപിടിക്കാനുള്ളത് ഇസഡ് ഈക്വൽ ടു 3x + 4y അല്ലേ. എക്സിന് പകരം എന്തിട്ട് കൊടുക്കണം? 0. 3 × 0 പ്ലസ് 4 × y എത്രയാണ്? 5. 3 × 0 0, 4 × 5 എത്രയാണ്? 20. 20 + 0 എത്രയാണ്? 20. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അടുത്തത് അപ്പോൾ എയുടെ ഇസഡിന്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 20. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എടുത്തു. 0 0 0 0. ഇസഡ് എന്ത് തന്നെയാണ്? 3x + 4y അല്ലേ. 3x + 4y. 3 × x 0 + 4 × y 0. 3 × 0 0, 4 × 0 0, ആൻസറും 0. നോക്കിയേ. അപ്പോൾ ബിയുടെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 0. അടുത്തത് സി 5 0. സി എത്രയാണ്? 5 0. ഇസഡ് ഈക്വൽ ടു എന്താണ്? 3x + 4y വിച്ച് ഈസ് ഈക്വൽ ടു 3 × x 5 വന്നു, 4 × y എത്ര വന്നു? 0 വന്നു. 3 × 5 എത്രയാണ്? 15 + 4 × 0 എത്രയാണ്? 0. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ആൻസർ എത്രയാണ്? 15. അടുത്തത് ഡി എത്രയാണ്? 4 3. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 3x + 4y വിച്ച് ഈസ് ഈക്വൽ ടു 3 × x 4, 4 × y 3. അപ്പോൾ 3 × 4 12, 4 × 3 12. ആൻസർ എത്ര കിട്ടി? 24. ആൻസർ എത്ര കിട്ടി? 24. എടാ ഇത് ഓരോന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. ഇനി നമ്മളുടെ ചോദ്യം മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ നോക്കുക. മാക്സിമൈസ് ആണെങ്കിൽ ഈ ഇപ്പം കണ്ടുപിടിച്ചതിൽ മാക്സിമം വാല്യൂ എടുക്കുക. മിനിമൈസ് എന്നായിരുന്നെങ്കിൽ ഇപ്പം കണ്ടുപിടിച്ചതിൽ മിനിമം വാല്യൂ എടുക്കുക. മാക്സിമൈസ് എന്നായതുകൊണ്ട് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 20 0 15 24 ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 24. ആ 24 ഉള്ളത് അങ്ങോട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ഓരോന്നും എഴുതുക. മാക്സിമം ആയതുകൊണ്ട് മാക്സിമം വാല്യൂ എത്രയാണ്? 24 അല്ലേ. ഇനി ആ മാക്സിമം കിട്ടിയ പോയിന്റ് ഏതാണ്? അതായത് 24 കിട്ടിയ പോയിന്റ് ഏതാണ്? 4 3. ഇങ്ങനെ അങ്ങോട്ട് എഴുതിക്കൊള്ളണം. ഇത്രയും എഴുതുമ്പോൾ 6 മാർക്ക് അങ്ങോട്ട് അവർ തരും. കേട്ടല്ലോ. അപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് നോക്കിയേ. ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ഇസഡ് എടുത്ത് എഴുതുക, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം എടുത്ത് എഴുതുക, പിന്നെ x > 0, y > 0. ഇതിൻ്റെ അർത്ഥം ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ്. ഒന്നും ചെയ്യണ്ട. ഇവനെ അങ്ങോട്ട് എടുക്കുക. ഇവനെ ഇപ്പം വേണ്ട, അവസാനം മതി. ഇവനെ അങ്ങോട്ട് എടുക്കുക. ഇവൻ്റെ ആദ്യത്തെ ആളെ എടുത്ത് എഴുതുക. എക്സിന് 0 കൊടുക്കുക, വൈക്ക് ആദ്യം ചിഹ്നം മാറ്റി ഈക്വൽ ടു ആക്കുക. എക്സിന് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക, പോയിന്റ് കിട്ടും. രണ്ടാമത്തെ ആളെ എടുത്തെഴുതുക. എക്സിന് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക, പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ പോയിന്റുകൾ വെച്ച് ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ച് ഓരോ ഇനിക്വാലിറ്റിയുടെയും 0 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് നോക്കി ആ പോയിന്റ് വരുന്ന ഭാഗത്ത് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത ഭാഗം സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് വേണ്ട ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാം. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർണർ പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൂട്ടിമുട്ടി ഏതൊക്കെ പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുമ്പോഴാണ് അത് കിട്ടുന്നതെന്ന് നോക്കുക. എന്നിട്ട് അത് എടുത്ത് എന്ത് വരയ്ക്കുക? അത് രണ്ടും എടുത്തെഴുതി സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടി, എയും ബിയും സിയും ഡിയും കിട്ടി. അത് കൊണ്ടുവന്ന് തുടക്കത്തിലുണ്ടായിരുന്ന ഇസഡ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇസഡ് വാല്യൂ കിട്ടും. മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമം വാല്യൂ എടുക്കുക, മിനിമൈസ് ആണെങ്കിൽ മിനിമം വാല്യൂ എടുക്കുക. ഇത്രേ ഉള്ളൂ. കുറച്ച് വലുതാണ്, കുറച്ച് 1-2 തവണ കണ്ടാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ